ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. അങ്ങനെ വീണ്ടും നമ്മൾ നാസർഖാൻ എടുത്തേക്ക്. നാസർഖാ, സത്യം പറയാലോ, വീഡിയോ പോസ്റ്റ് ചെയ്ത മാതിരിയല്ല. ഇപ്പൊ ഒന്നാമത് നിങ്ങളുടെ റേറ്റ് കൂടുതലാണെന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ലോണും കൊടുക്കുന്നില്ല. എന്താ നിങ്ങളുടെ അവസ്ഥ? റേറ്റ് കൂടുതലാന്ന് പറഞ്ഞിട്ട് മുത്താർബായി ആരെങ്കിലും വണ്ടി എടുക്കാൻ നിൽക്കുന്നുണ്ടോ? നിങ്ങൾ വണ്ടി ചെയ്ത് ഏതെങ്കിലും ഇവിടെ വണ്ടി പോകാതെ നിന്നിട്ടുണ്ടോ? എന്താ കാരണം റേറ്റ്? നമ്മൾ 100% ക്വാളിറ്റി ഉള്ള വണ്ടിക്ക് റേറ്റ് കൂടുതലില്ല. ആ ക്വാളിറ്റി ബേസ് ചെയ്തിട്ട് പോലും മാർക്കറ്റ് സ്റ്റഡി ചെയ്യണമെന്ന് നമ്മുടെ അടുത്ത് റേറ്റ് കുറവ്. ഈ ഏതാ മോഡൽ വരുന്നത്? ഇത് 2018 മോഡല് GX+ ഓട്ടോമാറ്റിക്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 72,000 കിലോമീറ്റർ. ഇതേ സ്ഥാനത്ത് ഈ 72,000 കിലോമീറ്റർ ഓടിച്ച വണ്ടി ഒരു 1.5 ലക്ഷം കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ, ഏകദേശം 1.5 ലക്ഷം രൂപ കുറയും. അത് വേണ്ട, അതൊരു തേർഡ് ഓണറോ ഫോർത്ത് ഓണറോ ആണെങ്കിൽ വീണ്ടും കുറയും. പിന്നെ അതല്ലെങ്കിൽ ഒരു ബോണറ്റ് റീപ്ലേസ്മെന്റോ മെയിൻ ക്ലാസ് റീപ്ലേസ്മെന്റോ പിന്നെയും കുറയും. ഇതാണ്, അതായത് ഒരു 5-ൽ 5 വണ്ടിക്കും 5-ൽ 2 വണ്ടിക്കും ഒരു താരതമ്യം ചെയ്യരുത്. നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ 5-ൽ 5 വണ്ടിയാണ് 5-ൽ 5 വണ്ടി ഒരു താരതമ്യം ചെയ്യണം. അല്ല, എനിക്ക് ഏകദേശം മനസ്സിലായി. ഞാൻ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചത്. കാരണം ലോൺ ഇല്ലാത്തൊരു, കാരണം ഇവിടെ ലോൺ എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ. നിങ്ങൾ റെഡി ക്യാഷ് മാത്രമാണ് ഇതാക്കുന്നത്. റെഡി ക്യാഷ് കൊടുക്കുന്നു. സാധാരണ വാങ്ങുന്നതിനെക്കാട്ടിയും ഒരു 10-20,000 രൂപ കൂടുതൽ എന്ന് പറയുമ്പോൾ ആൾക്കാർ ചിന്തിക്കും അതെന്താണ് അങ്ങനെ എന്നുള്ളൊരു ചോദ്യം എന്തായാലും വരും. അതിന് വേണ്ടിട്ട് നമ്മൾ 9 ലക്ഷം രൂപയ്ക്ക് ഫോർച്യൂണർ കൊടുത്തിട്ട് ഓർമ്മല്ലേ? അതും അത് എന്തായിരുന്നു, തേർഡ് ഓണർ ആയിരുന്നു, 2.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ 9 ലക്ഷം രൂപ ടീം പറഞ്ഞു പോയി. ഓർമ്മല്ലേ? അതേമാതിരി നമ്മൾ ഈ റേറ്റ് പറഞ്ഞ വാനും അതേമാതിരി തന്നെ പോകണം. നിങ്ങളൊരു വീഡിയോ ഇട്ടിട്ട് എന്റെ അഭിപ്രായത്തിൽ 3 ദിവസം കൊണ്ട് ഏകദേശം വണ്ടിയൊക്കെ ടോക്കൺ ആവുന്നുണ്ട്. മാക്സിമം ഒരു 1 വീക്ക് 2 വീക്ക് അതിന്റെ ഉള്ളിൽ ഏകദേശം വണ്ടികളൊക്കെ ടോക്കൺ ആവുന്നുണ്ട്. അപ്പൊ കാരണം എന്താ, അതിനെപ്പറ്റി അറിയണവർക്ക് അത് വിഷയമല്ല. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് മാക്സിമം കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് 2018 മോഡലാണ്. 2018 സെക്കൻഡ് ഓണർഷിപ്പ്, വെറും 72,000 കിലോമീറ്റർ റണ്ണിങ്. G4 G4ഉം GX നല്ല വ്യത്യാസം. GX ആണ് വരുന്നത്. GX ആവുമ്പോ എന്താ വെച്ചാൽ മിറർ ഫോൾഡിംഗ് വരും, സ്റ്റിയറിംഗ് കൺട്രോൾ വരും, ക്രൂസ് കൺട്രോൾ വരും, പിന്നെ കമ്പനി സ്റ്റീരിയോ, ബാക്ക് ക്യാമറ. ഇത്ര സാധനം ജീനേക്കാളും കൂടുതലുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 72,000 കിലോമീറ്റർ റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ, വീണ്ടും ആവർത്തിച്ച് ചോദിച്ചതാ. ലാസ്റ്റ് ഫൈനൽ എത്ര? ഇത് നമുക്ക് ഇപ്പൊ ഉള്ള കണ്ടീഷനിലല്ല, ഇതിന്റെ ഫ്രണ്ടേജ് ഉണ്ടോ, ഇതിപ്പോ വന്നിട്ടേ ഉള്ളൂ. വണ്ടി ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തേ ഉള്ളൂ. ഈ ഗ്രില്ല് മാറും, നമ്മൾ ന്യൂ ഷേപ്പിലേക്ക് മാറ്റും, കൺവേർട്ട് ആക്കും, എന്നിട്ടാണ് വണ്ടി കൊടുക്കുക. ചെറിയ ടച്ചപ്പ് ഉണ്ട്, വന്ന കണ്ടീഷനിൽ നിൽക്കുന്ന വണ്ടിയാണ്. അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് 14,40,000 രൂപ NOC കൊടുക്കാം. കൺവേർട്ട് ചെയ്തിട്ട് 14,40,000 കൊടുക്കാം വിത്ത് NOC കൊടുക്കാം. ഓക്കെ, ഈ ക്രിസ്റ്റ ഏതാ മോഡൽ വരുന്നത്? ഇത് 2017 മോഡലാണ്. ഫുൾ കിഡിലും വണ്ടി അറിയാൻ പറ്റും. 2017 ടൂറിംഗ് സ്പോട്ടാണ്. ZX+ മേലെ കുറച്ച് ഫീച്ചേഴ്സ് കൂടിയ വണ്ടി. ഓക്കെ, ക്രിസ്റ്റ തന്നെയാണ്. 2.8 ആണ്, ഓട്ടോമാറ്റിക് ആണ്. 2017 സിംഗിൾ ഓണർ. ഇത് 1,04,000 കിലോമീറ്റർ ഓടിയ വണ്ടി. റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് ഉണ്ട്, ഹിസ്റ്ററിയിലുള്ളതാണ്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, ഗ്യാരണ്ടി ആണ്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ധൈര്യത്തിലെടുക്കാം. നമ്മളെ ക്വാളിറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വണ്ടി. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര ആയിരുന്നു? ഇത് നമുക്ക് 16,80. 16,80,000. ഇതിപ്പോ ഇതിന് റേറ്റ് കേൾക്കുമ്പോൾ അതേമാർക്ക് റേറ്റ് കൂടുതലാന്ന് പറയും. പക്ഷെ കേരള വണ്ടി സെയിം ക്വാളിറ്റിയുള്ള വണ്ടി ജസ്റ്റ് താരതമ്യം നോക്കി 24-25 ലക്ഷം രൂപ ആസ്ക് ചെയ്യുന്നു. 16,80 ലാസ്റ്റ് 16,80 ഒരു 2,20,000 രൂപ നമുക്ക് നമ്പർ ആക്കാനാവും. അപ്പൊ എത്രയായി? അല്ല, 16,80 വിത്ത് NOC. ഒരു 18 രൂപ വണ്ടിയോ. നല്ല അടിപൊളി വണ്ടി. ഓക്കെ, ആ ഫോർച്യൂണർ കൊടുക്കാനുള്ളല്ലേ? ആ ഫോർച്യൂണർ. ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് 2014 മോഡലാണ്. ഇത് ഈ പറഞ്ഞ മാതിരിക്ക് റേറ്റ് കമ്മിയുള്ള വണ്ടിയാണ്, ക്വാളിറ്റി കുറവുള്ള വണ്ടിയാണ്. ക്വാളിറ്റി കുറവ് മീൻസ് 5 ഓണർ ആയിട്ടുണ്ട്, 5 ഓണർഷിപ്പ്. ഇപ്പൊ നിൽക്കുന്ന കേരള നമ്പർ ആയിട്ടുണ്ട്. 2014 മോഡൽ. 2014 4x2 ഓട്ടോമാറ്റിക്. 4x2 ആണ്, 2-wheel ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് നിൽക്കുന്ന 5 ഓണർ ആയിട്ടുണ്ട്. 5ാമത്തെ ഓണറിലാണ് ഇപ്പൊ നമ്പർ 2.5 ലക്ഷം കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് മാത്രം. ലാസ്റ്റ് എത്ര? മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ്, വേറെ ഒന്നും റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ. ഇത് പാർക്കിംഗ് സെയിൽ വന്ന വണ്ടിയാണ്. ഉത്തർബായി പാർക്കിംഗ് സെയിൽ വന്ന വണ്ടിക്ക് നമ്മൾ എന്തില്ല, ഗ്യാരണ്ടി കൊടുക്കുന്നില്ല. എഞ്ചിൻ മെക്കാനിക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നില്ല. NOC പേപ്പേഴ്സ് നമ്മൾ ഗ്യാരണ്ടിയാണ്. അത് നമ്മൾ ഇവിടെ ആട് നോക്കുന്ന ഏത് വണ്ടിയാണെങ്കിലും നമ്മൾ NOC പേപ്പേഴ്സ് നമ്മൾ ഗ്യാരണ്ടിയാണ്. അല്ല, പാർക്കിംഗ് വണ്ടി ആവുമ്പോൾ നിങ്ങൾ പൂർണ്ണമായി നല്ലോണം ചെക്ക് ചെയ്യണം. നല്ല രീതിയിൽ ചെക്ക് ചെയ്യാം. എന്താ വെച്ചാൽ പിന്നെ വരാൻ പറ്റൂല. അപ്പൊ നമ്മളെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 മന്ത് എന്താണ് അതിന് ഗ്യാരണ്ടി കൊടുത്തിട്ടാണ് കൊടുക്കുന്നത്. എഞ്ചിൻ മെക്കാനിക്ക് എന്തെങ്കിലും വിഷയം വരാണെങ്കിൽ അതിന്റെ സർവീസ് കോസ്റ്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും. അത് നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ ഈ പാർക്കിംഗ് സെയിൽ വന്ന വണ്ടി നമ്മൾ ചെറിയ കമ്മീഷനിലാണ് കച്ചവടം ചെയ്യുക. അല്ല, നമുക്ക് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കിട്ടൂല. പാർട്ടിന്റെ അടുത്തേക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ അടുത്തൊക്കെ പറഞ്ഞ് ചെല്ലാനും പറ്റൂല. അപ്പൊ എന്തില്ല, ആരാണ് എടുക്കുന്നത് വെച്ചാൽ ഒരു മാക്സിമം ചെക്ക് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. കണ്ട കാര്യങ്ങൾ നമ്മൾ ഇതിനാണെങ്കിലും പറയും, നമ്മളതാണെങ്കിലും പറയും. അത് നമ്മളെ ബാധ്യതയാണ്. മേ ബി നമ്മളിത് എന്ത് ചെയ്യണില്ല, വർക്ക്ഷോപ്പ് കൊണ്ട് ചെക്ക് ചെയ്യണില്ല, ഓല് കൊണ്ടുവന്ന് നിർത്തിയിട്ട് വണ്ടി അങ്ങനെ വിൽക്കുകയാണ്. നമ്മളെ വണ്ടിയൊക്കെ എന്താണ്, നമ്മളെ വർക്ക്ഷോപ്പ് കയറ്റിയിട്ട്
അതിനെ ഫുൾ അരിച്ച് പൊറുക്കിയിട്ടാണ് വണ്ടി ആട് കയറ്റുക. ഓക്കെ. അതുകൊണ്ട് ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് നമുക്ക് 12.4 ലക്ഷം റുപ്യക്ക് കൊടുക്കാം. 12.4 ലക്ഷം റുപ്യക്ക് വിത്ത് കേരള നമ്പർ ആക്കി 2014 ഫോർച്യൂണർ 5 ഓണർഷിപ്പ് ആയ 2.5 കിലോമീറ്റർ ഓടിച്ച വണ്ടി നമുക്ക് കൊടുക്കാം. ഓണർഷിപ്പ് 2.5 കിലോമീറ്റർ ഓടി എന്ന് പറഞ്ഞാൽ ഫുൾ സർവീസ് ഹിസ്റ്ററി, ഫുൾ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്ക. എന്നാലും പൂർണ്ണമായും ചെക്ക് ചെയ്യുക പാർക്കിംഗ് സൈഡിൽ വന്ന വണ്ടിയാണ്. ഓക്കെ. ആ ക്രിസ്റ്റ ഏതാ മോഡൽ വരുന്നത്? ഇത് വി ആണ് ഓപ്ഷൻ വരുന്നത്. മാനുവൽ വി മാനുവൽ കണ്ടമാനം എൻക്വയറി ഉള്ള ഒരു വണ്ടിയാണ്. അതിനെന്താ വെച്ചാൽ ഇതിന് കീലെസ് എൻട്രി ആണ്, ബട്ടൺ സ്റ്റാർട്ട് ആണ്, പിന്നെ ഓട്ടോമാറ്റിക് അല്ല എന്നുള്ളൊരു കുറവ് തന്നെ ഈ വണ്ടിയിലുള്ളൂ. ബാക്കിയുള്ള എല്ലാ മോഡൽ പറഞ്ഞത് 2016 മോഡൽ, 2016 സിംഗിൾ ഓണർഷിപ്പ്, കിലോമീറ്ററോ നോ റീപ്ലേസ്മെന്റ്, 1 lakh കിലോമീറ്റർ. ഒക്കെ വെസ്റ്റ് ബംഗാൾ അല്ലേ? വെസ്റ്റ് ബംഗാൾ. കേരള നമ്പർ ആക്കിയിട്ടല്ല, ഇങ്ങനെ നമ്മൾ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, നോ റീപ്ലേസ്മെന്റ്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഈ വണ്ടി നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള പാർക്കിംഗ് സെയിലാണ്, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. എടുക്കുന്നവർക്ക് ധൈര്യമായിട്ട് എടുക്കാം. ഈ വണ്ടി നമുക്ക് 13.4 കൊടുക്കാം. 13.4 2016 മോഡൽ വി ഓപ്ഷൻ സിംഗിൾ ഓണർ, 1 ലക്ഷം കിലോമീറ്റർ, നോ റീപ്ലേസ്മെന്റ്, വിത്ത് സർവീസ് റെക്കോർഡ് ഉള്ളത്. ഓക്കെ. ഈ ക്രിസ്റ്റേ ഇത് ഇതുപോലെ തന്നെ പാർക്കിംഗ് സെയിൽ വന്നിട്ടുള്ള വണ്ടിയാണ്. വണ്ടി എടുക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ട് ചെക്ക് ചെയ്തെടുക്കണം. ഇതും അങ്ങനെ ചെക്ക് ചെയ്തിട്ട് എല്ലാ വണ്ടിയും നമ്മളെ വണ്ടിയൊക്കെ പറഞ്ഞപ്പോ നമുക്ക് അറിയാലോ, അധികം കസ്റ്റമർ വന്നിട്ട് എന്ത് ചെയ്യണ്, നേരെ ഹിസ്റ്ററി നോക്കിയിട്ട് കമ്പനി സർവീസ് ഹിസ്റ്ററി നോക്കിയിട്ട് കമ്പനി കൊണ്ടിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ചില ആൾക്കാർ സുരേഷ് ഡ്രൈവിനെ പോലുള്ള ഏജൻസിനെ കൊണ്ടുവന്നിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ ഒക്കത്തിന് എന്ത് ചെയ്യണം, ഗേറ്റ് ഓപ്പൺ ആണ്. എവിടെ വേണമെങ്കിൽ നമുക്ക് ടോക്കൺ തന്നാൽ എന്ത് ചെയ്യാം, അവർക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞതിനേക്കാൾ എന്തെങ്കിലും ഒരു കണ്ടെത്തുകയാണെങ്കിൽ ഒരു ടോക്കൺ നമ്മൾ തിരിച്ചു കൊടുക്കും. അതാണ് കച്ചവടത്തിന്റെ രീതി. പറഞ്ഞ മാതിരിക്ക് ഇവിടെ ഗേറ്റ് ആണ് കഴിഞ്ഞാൽ എന്തില്ല, നമ്മളായിട്ടുള്ള ബന്ധം തീർന്നുള്ള കച്ചവടമല്ല. ഇതേതാ മോഡൽ വരുന്നത്? ഇത് 2017 ആണ്. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ജി ആണ്. ജി ആണ് വരുന്നത്. ഓണർഷിപ്പ് വന്നിട്ട് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ ഇതിലുള്ളത് നമുക്ക് ജെന്യൂൻ ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഹിസ്റ്ററി എടുത്തിട്ടില്ല, ഹിസ്റ്ററി ഉണ്ടാവാൻ സാധ്യത ഇല്ല. 90% ഹിസ്റ്ററി ഉണ്ടാവില്ല. കാരണം ഇത് എന്റെ അഭിപ്രായത്തിൽ ഇത് എന്താണ്, ടാക്സി പെർമിറ്റ് ഉള്ള വണ്ടിയാണ്. അപ്പോ 2017 റീപ്ലേസ്മെന്റ് മെയിൻ ക്ലാസ് ഉണ്ടാവും, വേറെ ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര വയ്ക്കുന്നത്? ഇത് നമുക്ക് ഒരു 11.60 എന്ത് ചെയ്യാം, NOC കൊടുക്കാം. 11.60 വിത്ത് NOC 2017 മോഡല് വി കൊടുക്കാം. ജി കൊടുക്കാം. മാനുവലി. നോക്കിട്ട് എടുക്കാം ഇൻഷാല്ലാ. നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഇത് ഗ്രാൻഡ് വിത്താര. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച വണ്ടി, സെയിം വണ്ടി. ഓക്കെ. ഈ വണ്ടിനുള്ള ആ വീഡിയോ ചെയ്തതിൽ ബാലൻസ് ഉള്ള ഇതിനെന്താ വെച്ചാൽ ഇതിന് താല്പര്യമുള്ള ആളുകൾ വരണം. ഇതിന് കമ്പക്കാരുള്ള വണ്ടിയാണ്. ഏതാ മോഡൽ വരുന്നത്? ഇത് 2023 വണ്ടിയാണ്. 2023 വണ്ടി. ഫുൾ ഓപ്ഷൻ ആൽഫ പ്ലസ് പനോരമിക് റൂഫ് ഒക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ, ഒറിജിനൽ കേരള. ഓട്ടോമാറ്റിക് ആണ്, പെട്രോൾ ഹൈബ്രിഡ് ആണ്, സ്ട്രോങ് ഹൈബ്രിഡ് ആണ്. 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടി. ലാസ്റ്റ് വന്ന പൈസ എത്ര? ഇത് നമുക്ക് 18.5 പറഞ്ഞത്. ഇത് കൊടുക്കാം നമുക്ക് എന്തെങ്കിലും. പിന്നെ നമ്മളെ കച്ചവടത്തിന്റെ രീതി ഞങ്ങൾക്ക് അറിയാലോ. പിന്നെ കുറച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് കൊടുക്കലാണ്. അപ്പം മാഷാള്ള വണ്ടി നല്ല വണ്ടിയാണ്. പക്ഷെ ആവശ്യക്കാർ വന്നാൽ ഈ വണ്ടി അതിൻ്റെതായിട്ടുള്ള ഒരു ഇത്രയും എമൗണ്ട് ഉള്ള വണ്ടിയാണല്ലോ. 24 ലക്ഷം റുപ്യ ഷോറൂം പ്രൈസ് ഉള്ള വണ്ടിയാണ്. നമുക്ക് 18.5 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ല ഒരു 17.90 നമുക്ക് ലാസ്റ്റ് ക്ലോസ് ചെയ്യാം. 17.90 ലാസ്റ്റ് ഗ്രാൻഡ് വിറ്റാര കൊടുക്കാം. അൽഫ പ്ലസ് ആണ്, സിംഗിൾ ഓണർ, ഒറിജിനൽ കേരള, പിന്നെ 52,000 കിലോമീറ്റർ. ഓക്കെ. 17.90. സ്വിഫ്റ്റ് ഡീസൽ ആണോ പെട്രോൾ ആണോ? എടുക്കുന്ന ആൾക്ക് ഒരു 6 ലക്ഷം റുപ്യ ലാഭം. 6 ലക്ഷം റുപ്യ ലാഭം. സ്വിഫ്റ്റ് ഡീസൽ ആണോ പെട്രോൾ ആണോ? സ്വിഫ്റ്റ് പെട്രോൾ VXI. ഏതാ മോഡല്? 2017 മോഡല്, തേർഡ് ഓണർ, 77,000 ഓട്ടുള്ളത്. റീപ്ലേസ്മെന്റ് ഇതാ ബോണറ്റ് ഉണ്ട്, കമ്പനി തന്നെയാണ്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. 2017 കറക്റ്റ് എത്ര മൈലേജ് കിട്ടും? VXI അല്ലേ, പെട്രോൾ ആകുമ്പോ ഒരു 15-16 ആ ഒരു റേഞ്ചിൽ കിട്ടുള്ളൂ. ഇപ്പൊ ഇറങ്ങണ 2020 മോഡലുള്ളൊക്കെ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന. ഇതെങ്ങനെ റേറ്റ് വരുന്നത്? ലാസ്റ്റ് ഇത് നമുക്ക് 4.5 കൊടുക്കാം. 4 ലക്ഷം റുപ്യ 2017 നല്ല വണ്ടി കേട്ടോ, നല്ല ക്ലീൻ നീറ്റ് ക്ലീൻ വണ്ടി. പെട്രോൾ 72,000 കിലോമീറ്റർ. 82,000 കൺഫേം അല്ല. 4 ലക്ഷം റുപ്യ ഫൈനൽ. 4 ലക്ഷം റുപ്യ കൊടുക്കും. ഓക്കെ. നെക്സ്റ്റ് വന്ന് നമ്മള് ബെൻസ് നമ്മൾ ഓൾറെഡി സോൾഡ് ആയി. 1 lakh ടോക്കൺ വന്നിട്ടുണ്ട്. അതിന്റെ പിന്നെ പേപ്പേഴ്സ് വർക്കിലാണ്.
ഓക്കെ NOC കാണിച്ച വീഡിയോ കഴിഞ്ഞ വർഷം കാണിച്ചു. ഓക്കെ. ഈ BM ഏതാ മോഡൽ? BM 2015 നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. BM 5 സീരീസ് ആഗ്രഹിക്കുന്ന, അതായത് സ്റ്റാർട്ടപ്പ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് എടുക്കാം. ഏതാ മോഡൽ വരുന്നത്? 2015 സിംഗിൾ ഓണർ, നോ റീപ്ലേസ്മെന്റ്, 76,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. വിത്ത് NOC നീറ്റ് വണ്ടി. എഞ്ചിനൊന്നും ഞെട്ടുമ്പല് സ്പാൻഡർ തൊട്ടിട്ടില്ല, അത്രയും നീറ്റ് വണ്ടി. ഓക്കെ. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമ്മൾ 15 റുപ്യ ആസ്ക് ചെയ്തിന് കഴിഞ്ഞ വീഡിയോയില്. ചെറിയ മാറ്റം വരുത്തിട്ട് നമുക്ക് കൊടുക്കാം. എത്ര കൊടുക്കാം? നമുക്കൊരു 14.75 കൊടുക്കാം. 14.75 ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഇനി ഏതാ വണ്ടി കയറാണ്ട് തന്നല്ലോ? ഇനി ഒരു Z ഓട്ടോമാറ്റിക് വരാണ്ട്. Z ഓട്ടോമാറ്റിക് ഏതാ മോഡല്? 2016 മോഡല്, ലാസ്റ്റ് സെപ്റ്റംബർ മോഡല്. ഏതാ കളർ? സെക്കൻഡ് ഓണർഷിപ്പിൽ സിൽവർ. 1,40,000 കിലോമീറ്റർ. ഇപ്പത്തെ കേസ് നിങ്ങൾ അറിഞ്ഞില്ലേ, ഡൽഹി വണ്ടികൾക്ക് ഇപ്പൊ വില കൂടും. കാരണം എന്താ വെച്ചാല് ഡൽഹിയില് പഴയ നിയമം മാറുകയാണ്. അതായത് 10 വർഷം കഴിഞ്ഞ വണ്ടിക്ക് അവിടെ NOC കൊടുക്കൂലായിരുന്നു. അപ്പം അവിടെ വണ്ടി ഓടാനും പറ്റില്ല. ആ നിയമം ഗവൺമെന്റ് എന്ത് ചെയ്തു, അവിടെ കോർട്ടിൽ കംപ്ലൈന്റ് പോയിട്ട് ഇഞ്ചക്ഷൻ ഓർഡർ വന്ന് സ്റ്റേ ആയി കിടക്കണം. ഇപ്പം വണ്ടി അവിടുന്ന് തന്ന വണ്ടികൾ വരെ തിരിച്ചു ചോദിക്കണ അവസ്ഥയായി. അപ്പം NOC ചോദിക്കുമ്പോൾ വണ്ടി തിരിച്ചു കൊണ്ടുവരാൻ പറയാം. അങ്ങനത്തെ കേസുകളൊക്കെ വരൽ തുടങ്ങി. വണ്ടി ഇപ്പൊ അവിടെ മമ്മണ്ടായിട്ട് ഡൽഹിയിൽ നിന്ന് വണ്ടി കിട്ടാത്ത അവസ്ഥയായി. ഈ നിയമം എങ്ങാനും പാസ്സായാല് കേരളത്തില് മുഴുവൻ സെക്കൻഡ് ഹാൻഡ് വണ്ടികളും വില കൂടും. നോ ഡൗട്ട്. പക്ഷെ വേറെ കാര്യമുണ്ട്, പുതിയ വണ്ടിന് വില കുറയ്ക്കാൻ പോവാണ്. പുതിയ വണ്ടിയില് ചെറുവണ്ടികൾക്കേ കുറയുള്ളൂ. അല്ല, അത്യാവശ്യം കുഴപ്പമില്ലല്ലോ. കാരണം 48% 40%-ത്തിലൊക്കെ ആവുന്നുണ്ട്. 28% ആവുന്നുണ്ട്. കാരണം സ്വിഫ്റ്റ് 1.5 ലക്ഷം റുപ്യൊക്കെ കുറയുന്നുണ്ട്. ആ ഒരു ബേസിൽ ചിലപ്പം സെക്കൻഡ് വാഹനങ്ങൾ കുറയാനും. അപ്പൊ എന്താണ് നമ്മളെ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? ഇത് വന്നിട്ട് പിന്നെ മലപ്പുറം ജില്ലയില് കൊണ്ടോട്ടി അരീക്കോടിന്റെ ഇടയിലാണ് കീശ്ശേരി. കീശ്ശേരി കറക്റ്റ് മൊറയൂർ റോഡില് സെക്കൻഡ് സൗത്ത് എന്ന് പറഞ്ഞ സ്പോട്ടാണ്. അപ്പൊ മലപ്പുറം ജില്ലയിൽ കാലിക്കറ്റ് എയർപോർട്ടിന് കറക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12 കിലോമീറ്റർ മോട്ടോർ. അപ്പൊ എന്തായാലും നാസർ ഖാന്റെ നമ്പർ ഞാൻ അടിയിൽ കൊടുക്കുക, നിങ്ങൾ എന്തായാലും വിളിച്ചോളി. കാരണം വണ്ടി എവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ പൂർണ്ണമായും ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക. അത് നിങ്ങളുടെ ഉത്തരവാദിത്തം മാത്രമാണ്. എന്തായാലും നാസർ ഖാന്റെ നമ്പർ അടിയിലുണ്ട്, വേഗം വിളിച്ചോളി.